ഇന്ന് നമുക്കൊരു പാലപ്പത്തിന്റെ റെസിപ്പി കാണാം കേട്ടോ. അപ്പൊ ഇത് ഞാൻ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു പാലപ്പപ്പൊടിന്റെ പാക്കറ്റ്. പാലപ്പം മിക്സ് കേട്ടോ. സാധാരണ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ട് തേങ്ങയും പച്ചരിയും ചോറൊക്കെ കൂട്ടി അരച്ച് അങ്ങനെയാണ് ഞാൻ മാവ് ഉണ്ടാക്കല്. അപ്പോൾ ഈ ഒരു പാലപ്പം പൊടിന്റെ മിക്സ് വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ പാലപ്പം ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഈ ഒരു പാലപ്പത്തിന്റെ മിക്സ് ഒരു 3 സ്പൂൺ കേട്ടോ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കട്ട കെട്ടാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കപ്പി കാച്ചെന്നൊക്കെ പറയാലോ, കപ്പി കാച്ച തരി കാച്ച എന്നൊക്കെ പറയും. പിന്നെ അത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ അതാ മിക്സിന്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1.5 കപ്പ് ഈ ഒരു പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാലപ്പം പൊടിന്റെ മിക്സ് ഇത് 1/2 കപ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് 3 പ്രാവശ്യമാക്കിയിട്ട് ഇടുന്നത് കാണുന്നത്. പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. വെള്ളത്തിന്റെ അളവ് ഞാൻ കറക്റ്റ് പറയണില്ല കേട്ടോ, ഞാൻ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടില്ല ഇനി. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തു. പിന്നെ അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചെറിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ തരി കാച്ചി വെച്ചല്ലോ, അത് തണുത്തതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇത് ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഈസ്റ്റിന്റെ ബോട്ടിലിന്റെ അടപ്പ് കണ്ടില്ലേ, ചെറിയ കുഞ്ഞു അടപ്പാണ്, അതിന് കുറച്ച് ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇൻസ്റ്റന്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റന്റ് പാലപ്പം മിക്സ് ആണ് കേട്ടോ. പിന്നെ ഒരു 1/2 മണിക്കൂർ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്, അതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതാ മാവ് നോക്കിയപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ. ഇനി ഇതിലേറെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഇതിലേറെ ഒന്നും കൂടെ പൊങ്ങി വരും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 1/2 മണിക്കൂർ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അങ്ങനെ ചട്ടിയൊക്കെ ചൂടായി ഞാനിതാ ചട്ടിയിലേക്ക് നമ്മളെ പാലപ്പത്തിന്റെ മാവൊക്കെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി പാലപ്പം കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. ആ ഈസ്റ്റിന്റെ ആ ഒരു ചൊവയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈസ്റ്റ് ഇടുന്നത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. ഞാനിത് മാവ് കൂട്ടി വെച്ച് ഒരു 1/2 മണിക്കൂർ ആയപ്പോഴത്തേന് ഇത് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ ഞാൻ കറി ഉണ്ടാക്കാനുള്ള ആ ഒരു ടൈം മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ദാ എല്ലാ പാലപ്പും ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ടായിന്, നല്ല സോഫ്റ്റും ഉണ്ടായിന്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സാധാരണ നമ്മൾ പച്ചരി ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു പാലപ്പത്തിന്റെ ടേസ്റ്റ് അല്ല കേട്ടോ, വേറൊരു ടേസ്റ്റാണ് ഇതിന് കിട്ടിയത്. അതേപോലെ ഇതിക്ക് ഞാൻ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ അതുപോലുള്ള പാലപ്പൊടിന്റെ മിക്സ് ഒക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആവും. അതേപോലെ തന്നെ മാവേലി സ്റ്റോറിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങളിവിടെ കരുളായി മാവേലി സ്റ്റോർ ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു പാലപ്പൊടിന്റെ മിക്സ്. അങ്ങനെ അപ്പൊക്കെ ഞാൻ ചുട്ടെടുത്തു. അങ്ങനെ മക്കൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പഞ്ചസാര കേട്ടോ മാവ് ഉണ്ടാക്കിയപ്പോൾ ചേർത്തത്. പിന്നെ മധുരമൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്